പ്രൈസ് ദി ലോർഡ്. ഇന്നെല്ലാവരുടെയും കൂടെ ഒരു സാക്ഷിയെ നൽകാൻ ദൈവം തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ എൻ്റെ അപ്പ വണ്ടി ഓടിക്കാൻ പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് ശരീരം തളർന്നു. അപ്പോൾ ഒരു കുട്ടീനെ എടുക്കാണ്ട് സ്കൂളിലേക്ക് പോയി. ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അവിടെ സ്കൂളിൽ ചെന്നിട്ട് വണ്ടി ഗേറ്റിൻ്റെ അവിടെ നിർത്തി. അത്രയ്ക്ക് വയ്യായിരുന്നു. പക്ഷെ അവിടെ ആക്സിഡൻറ്റോ ഒന്നും നടക്കാണ്ട് യേശുപ്പൻ സഹായിച്ച് അച്ഛനെ ഡ്രൈവ് ചെയ്ത് അവിടെ കൊണ്ട് എത്തിക്കാൻ. അവിടുന്ന് പിന്നെ എല്ലാവരും കൂടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞു. അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് ECG ചെക്ക് ചെയ്യാൻ വിട്ടപ്പോൾ അറ്റാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു, ലൈഫിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അർജൻറ്റാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ പാസ്റ്ററിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ് കൊണ്ടുപോകാൻ പറ സിസ്റ്ററെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു. പിന്നാണ് ബ്രദറിനെയൊക്കെ വിളിച്ച് പറഞ്ഞത്. അവിടുന്ന് അവർ പറഞ്ഞു അപ്പം തന്നെ ഓപ്പറേഷൻ വേണം, അർജൻറ്റായിട്ട് 1.5 ലക്ഷം രൂപയും വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അപ്പച്ചിയൊക്കെ ചെന്നിട്ട് ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. എന്നിട്ട് അപ്പോൾ അമ്മ അച്ഛനെ ICU കയറ്റി, അവിടുന്ന് ICU ഇറക്കി ആംബുലൻസ് കയറ്റിയപ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ദൈവം അറിയാണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് അച്ഛനെ സമാധാനപ്പെടുത്തി. പക്ഷേ എൻ്റെ അപ്പച്ചിയൊക്കെ ഇത് കേട്ടിട്ട് എൻ്റെ അമ്മേനെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്നെയും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് മറ്റുള്ള റിലേറ്റീവ്സിനോട് പറഞ്ഞു, എൻ്റെ യേശുപ്പൻ ഇങ്ങനെ പറഞ്ഞു അയാൾ അറിയാണ്ടൊന്നും സംഭവിക്കത്തില്ലെന്ന് അവൾ ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന്. എൻ്റെ യേശുപ്പനെ അയാളെന്നൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവരെന്നെയൊക്കെ കുറേ വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലത്ത് പോണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് അച്ഛൻ ICU കയറ്റി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും എടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ അവർ കുറേ വഴക്ക് പറഞ്ഞു, പൈസയാവും എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേങ്കിൽ എല്ലാവരും പാസ്റ്ററും ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ച് ലാസ്റ്റ് അവർ മെഡിസിൻ കൊടുത്തപ്പോൾ അച്ഛന് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇന്ന് എൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. പ്രാർത്ഥിച്ച പാസ്റ്ററിന്, എൻ്റെ യേശുപ്പനെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.